പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ അന്വേഷണം കൊറിയൻ യുവതിയിലേക്ക്. കൊറിയൻ യുവതിയാണ് ഡ്രോൺ പറത്തിയത് എന്നാണ് പോലീസിന്റെ സംശയം. കൊറിയൻ യുവതി 2 ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. യുവതി ഡ്രോൺ പറത്തിയതായി നിർണായകമായ മൊഴിയും ലഭിച്ചു. ഇതോടെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഏപ്രിൽ 10 രാത്രി 10 മണിയോടെയാണ് കിഴക്കേ നടയിൽ പത്മതീർത്ഥക്കുളത്തിന് കുറുകെ ഡ്രോൺ പറന്നത്. VS അനു ആണ് ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് കടന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൊറിയൻ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. അന്വേഷണ സംഘം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, എങ്ങനെയാണ് നിലവിലെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ വേണം. പക്ഷേ അതിനു മുൻപ് അനു, ഹാപ്പി ആനിവേഴ്സറി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും നമ്മുടെ 1ാം വാർഷികമാണെന്ന്. ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട, അതായത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത്. ആ വാർത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം പത്മ തീർത്ഥക്കുളത്തിന് കുറുകെയായി ഒരു ഡ്രോൺ പറന്നു. അത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ ഒരു തരത്തിലും ഡ്രോൺ പറക്കാൻ അല്ലെങ്കിൽ പറത്താൻ പാടില്ലാത്ത ഒരു മേഖലയാണ്. അവിടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ കിഴക്കേ നടയുടെ ഭാഗത്ത് ഡ്രോൺ കണ്ടത്. പോലീസുകാർ തന്നെ അത് കാണുകയും പിന്നീട് വയർലെസ് സെറ്റിലൂടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച് ഈ പല ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. തൊട്ടടുത്ത കല്യാണ മണ്ഡപത്തിൽ അന്ന് ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന ആളുകൾ, അവരുൾപ്പെടെ ആൾക്കാരെ ചോദ്യം ചെയ്തെങ്കിൽ ഇത് ഡ്രോൺ ആരാണ് പറത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ഒരു കൊറിയൻ യുവതി, ഒരു ബ്ലോഗറാണ്. അവർ ഈ 2 ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പരിസരങ്ങളിൽ അവർ ഉണ്ടായിരുന്നു. ഈ ഏപ്രിൽ 11 എന്ന് പറയുമ്പോൾ അവിടെ പൈങ്കുനി മഹോത്സവ ആറാട്ട് നടന്ന ദിവസമാണ്. അപ്പോൾ ഈ 10-11 ദിവസങ്ങളിൽ ഈ കൊറിയൻ യുവതി അവിടെ ഡ്രോണുമായി ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചില നിർണായകമായ മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തിയതായ ചില മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് പോലീസിന് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ ഏതാണ്ട് പോലീസ് സംഘം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ വന്ന യുവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗവുമായി അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. നമുക്കറിയാം അതീവ സുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരങ്ങൾ. അവിടെ ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരു യുവതി ഡ്രോൺ പറത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ യുവതിയും കേരളത്തിലെ മറ്റു ചില ഇടങ്ങളിൽ കൂടി പോയിട്ടുള്ളതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും യുവതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ് പോലീസ്. ഏതായാലും പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പറത്തിയത് ഒരു കൊറിയൻ യുവതിയാണ് എന്നുള്ള ഒരു വിവരമാണ് ഈ പലരും മൊഴിയായിട്ട് പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ യുവതി അവിടെ എത്തിയുള്ള കാര്യം പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ അനു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ അന്വേഷണം കൊറിയൻ യുവതിയിലേക്ക് എത്തുന്നു. നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനു തിരുവനന്തപുരത്ത് നിന്ന്.